ഹായ് എവരി വൺ. നമുക്കിന്നൊരു പാവയ്ക്ക മെഴുക്ക് പുരട്ടിയായാലോ? ഞാനിവിടെ 2 പാവയ്ക്കാണ് എടുത്തിരിക്കുന്നത്. അതിനായിട്ട് നമുക്ക് ഒരു വലിയ സവോളയും ഒരു മീഡിയം സൈസ് സവോളയാണ് ആവശ്യം. കൂടെ തന്നെ എരിവിനായിട്ട് ആവശ്യമുള്ള പച്ചമുളകും പിന്നെ തേങ്ങാക്കൊത്തും കൂടി എടുക്കാം. നമുക്ക് തേങ്ങാക്കൊത്ത് കൂടുതൽ എടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ടേസ്റ്റ് കുറച്ചും കൂടെ മുന്നിലോട്ട് നിൽക്കും തേങ്ങയുടെ. അപ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ആയിരിക്കും കഴിക്കാനും. ഞാൻ പാവയ്ക്ക ഇങ്ങനെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പാവയ്ക്ക കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് ഒന്ന് വേവിക്കാനായിട്ട് വെക്കാം. പാവയ്ക്കയുടെ താഴെ നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചാൽ മതിയാകും. കയ്പ്പ് കൂടുതലായിട്ട് ഇഷ്ടപ്പെടാത്തവരാണെങ്കിൽ കുറച്ചുകൂടെ മുകളിലോട്ട് വെള്ളം വെച്ചിട്ട് അതങ്ങ് ഊറ്റിക്കളഞ്ഞാൽ മതിയാകും. ഇവിടെ ഇപ്പം നമുക്ക് കയ്പ്പ് കുഴപ്പമില്ലാതെ കഴിക്കുന്നവരാണ്. അതുകൊണ്ടാണ് ഞാൻ പാവയ്ക്കയുടെ താഴ്ഭാഗത്ത് വെള്ളം വെച്ചാൽ മതിയെന്ന് പറഞ്ഞത്. ഇപ്പോൾ വെള്ളം വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക. അതേപോലെ സവാള, പച്ചമുളക്, തേങ്ങാക്കൊത്ത് ഇതെല്ലാം കൂടെ ഒന്ന് ഇട്ട് ഇളക്കി അടച്ചു വെക്കുക. കുറച്ച് നേരം മാത്രം നമ്മൾ അടച്ചു വെച്ചിരുന്നാൽ മതിയാകും. പിന്നെ ഇതൊന്ന് വാടി വരുമ്പോഴേക്കും തുറന്ന് വെച്ച് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഡീപ്പ് ഫ്രൈ ആയിട്ട് വേണ്ടുന്നവർക്ക് അങ്ങനെ ഡീപ്പ് ഫ്രൈ ആക്കിയെടുക്കാം. ഇതിപ്പോൾ ഞാനൊരു മീഡിയം ഫ്രൈയിൽ എത്തിയപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മെഴുക്ക് പുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ട്രൈ ചെയ്യാത്തവർ ഈ രീതിയിൽ കൂടി ഒന്ന് ട്രൈ ചെയ്യണേ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.